ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ മോട്ടർ എൻ്റെ ചാനൽ വഴി തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതല്ല, ഇതുപോലത്തെ മോട്ടറുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാരണം നമ്മൾ ഇൻക്യുബേറ്ററിൻ്റെ സ്പെയർ പാർട്സ് പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ ഇതുപോലെയുള്ള മോട്ടറുകൾ പരിചയപ്പെടുത്തിയിരുന്നു. പിന്നെ കുറച്ച് മുമ്പേ ഒരു ടൈമറിനെ പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ ഇതിൻ്റെ കണക്ഷൻ എങ്ങനെ കൊടുക്കാമെന്നും ഇതെങ്ങനെ ആ ടൈമറിൽ വർക്ക് ചെയ്യിക്കുക എന്നുള്ളതും നമ്മൾ ചാനൽ വഴി തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മളെ വിഷയം അതൊന്നുമല്ല. ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട എൻ്റെ ഒരു സുഹൃത്ത്, അപ്പം ഒട്ടുമിക്ക ആളുകളും ഇൻക്യുബേറ്റർ സ്വയം ചെയ്യാണ്. നമ്മൾ ഇൻക്യുബേറ്റർ ചെയ്തു കൊടുക്കുന്നുണ്ട്, പിന്നെ സ്പെയർ പാർട്സ് സെയിൽ ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ ആരെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ചോദിച്ചാൽ അത് ആർക്കായാലും നമ്മൾ ഒഴിവിനനുസരിച്ചൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരു സുഹൃത്ത് ചോദിച്ചതാണ്, ചെയിൻ മോട്ടറിൽ നമുക്ക് എത്ര എഗ്ഗ് ഏകദേശം ലോഡ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു സംശയം. ഫസ്റ്റ് സമയങ്ങളിലൊക്കെ എനിക്കുണ്ടായ ഒരു സംശയമാണത്. അപ്പോൾ ആ സംശയത്തിൻ്റെ ഒരു നിവാരണമാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മളടുത്തൊരു പഴയ ട്രേ ഇരിപ്പുണ്ട്. അപ്പം ഒരു ചെയിനൊക്കെ ഉള്ള സിസ്റ്റം. അപ്പോൾ ആ സിസ്റ്റത്തിലേക്ക് ഈ മോട്ടർ നമ്മളൊന്ന് കണക്ട് ചെയ്തിട്ട്, ഇവിടെ മൊട്ടൊന്നുമില്ല, അപ്പം നമ്മളെ വീട്ടിൽ കിട്ടാവുന്ന എന്തെങ്കിലും കച്ചറ സാധനങ്ങളൊക്കെ ലോഡ് കൊടുത്തിട്ട് നമ്മൾ നേരെ ഇതൊന്ന് വർക്ക് ചെയ്യിക്കാൻ പോവാണ്. അപ്പം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ഈ ട്രേ സിസ്റ്റത്തിൽ മോട്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ മോട്ടർ നോക്കുക, 14 വാട്ട്സ് ആണ് നമ്മളെ മോട്ടർ വരുന്നത്. ഈ ട്രേ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഫുള്ള് റസ്റ്റ് എല്ലാം പിടിച്ച് എല്ലാം നാശമായി പോയിട്ടുണ്ട്. ഇതൊരു 4 വർഷം മുമ്പേ നമ്മൾ ചെയ്തു കൊടുത്ത ഒരു ഇൻക്യുബേറ്ററിൻ്റെ ഒരു ട്രേ സിസ്റ്റമാണ്. ഇത് കൊണ്ടുപോയ പാർട്ടി അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഇത് സ്റ്റെയർ കേസ് റൂമിൻ്റെ സൈഡിന് ഒരു സിൽപ്പോളിൻ ഷീറ്റ് വലിച്ചു കെട്ടിയിട്ട് അതിൻ്റെ അടിയിൽ വെച്ചു. കാറ്റിലും മഴയിലും ആ ഷീറ്റ് പൊട്ടിപ്പോയിട്ട് ഇൻക്യുബേറ്റർ എല്ലാം വെള്ളം നനഞ്ഞ് നാശമായി. ലാസ്റ്റ് അത് അവർ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അങ്ങനെ എൻ്റെ അടുത്തെത്തിപ്പെട്ടതാണ് ഈ ട്രേ സിസ്റ്റം. ഇതിൽ ഞാൻ വെയിറ്റ് കൊടുത്തിട്ടുണ്ട്. കാരണം എനിക്കൊരു സംശയം ചോദിച്ചാണ് എന്നോടൊരാൾ, കാരണം ഈ ചെയിൻ മോട്ടർ എത്ര ലോഡ് എടുക്കും എന്നുള്ളത് ഫേസ്ബുക്കിൽ വന്ന ഒരിതിൽ ഒരു സംശയമായിട്ട് ചോദിച്ചതാണ്. അപ്പം ഒരുപാട് സംശയങ്ങൾ ആദ്യം എനിക്കും ഉണ്ടായിരുന്നു, എത്ര ലോഡ് എടുക്കും ഇത്ര ചെറിയൊരു മോട്ടർ എന്നുള്ളത്. ഈ മോട്ടറിൻ്റെ വലുപ്പം ഒന്ന് നോക്കുക, ജസ്റ്റ് എൻ്റെ വിരൽ വെച്ചിട്ട് ആകെ അത്ര വലുപ്പം മാത്രമേ ഉള്ളൂ. ഒരു 2.5 ഇഞ്ച് കഷ്ടിയുള്ള ഒരു മോട്ടറാണിത്. അപ്പം ആ സംശയത്തിൻ്റെ ക്ലിയറാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഞാൻ വെച്ചിട്ടുള്ളത് നോക്കുക, 2 ബക്കറ്റിൽ വെള്ളം വെച്ചിട്ട് ഉണ്ട്. ഇത് 10 ലിറ്ററിൻ്റെ 2 ബക്കറ്റാണ്. പിന്നെ ആ താഴെ കാണുന്ന നമ്മൾ ട്രൈപോഡ് ലൈറ്റ് സ്റ്റാൻഡിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിലുള്ള കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള ഒരു ബക്കറ്റിൻ്റെ പീസ് തന്നെയാണ് അവൻ കാണുന്നത്. അപ്പോൾ ഇത് രണ്ടും 20ഉം ഇതൊന്ന് നമ്മൾ 1 കിലോനൊക്കെ ഉണ്ടാവും. ജസ്റ്റ് നമ്മൾ 5 കൂട്ടിയാൽ 25ആയി. പിന്നെ ഇങ്ങനെ വന്നാൽ ഇവിടെ നോക്കിയാൽ അതേപോലെ തന്നെ കോൺക്രീറ്റ് ചെയ്ത ഒരു ബക്കറ്റിൻ്റെ ഇത് കാണാം. ഇതും 5 കൂട്ടിയാൽ 25ഉം 5ഉം 30ആയി. പിന്നെ നമ്മളിവിടെ വെച്ചിട്ടുള്ളത് ഒരു ഗ്യാസ് സിലിണ്ടറാണ്. ഗ്യാസ് സിലിണ്ടർ ഇതിന്ന് ഇവിടെ കൊണ്ടുതന്ന സിലിണ്ടറാണ്. ഇതിൻ്റെ മേലെ 15ആണ് ഇതിൻ്റെ വെയിറ്റ്. പിന്നെ നെറ്റ് വെയിറ്റ് 14.2. 30 കിലോ ആണ് ഇതിൽ പറയുന്നത്. അപ്പോൾ 2 കിലോ നമ്മൾ ഒഴിവാക്കി വിട്ടാലും ആ ബക്കറ്റിൻ്റെ കോൺക്രീറ്റിൻ്റെ സംഭവം രണ്ടും ഒരു 5 കിലോ വെച്ച് കൂട്ടിയാൽ എങ്ങനെയാലും 60 കിലോ 58-60 കിലോ അത് വെയിറ്റ് ഉണ്ട്. അപ്പം 1 കിൻഡലൊക്കെ വളരെ സുഖമായിട്ട് ഈ മോട്ടർ വലിക്കും. 1 കിൻഡൽ കിട്ടിയാൽ തന്നെ നമുക്ക് ഒരു 50 ഗ്രാം വെച്ച് ഒരു എഗ്ഗിന് കൂട്ടിയാലും 1000-2000 ഒക്കെ സുഖമായിട്ട് 2000 എഗ്ഗൊക്കെ സുഖമായിട്ട് ഈ മോട്ടർ വെച്ചിട്ട് നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിതൊന്ന് വർക്ക് ചെയ്ച്ച് നോക്കാം. ഇതിൻ്റെ കണക്ഷനെ കുറിച്ചൊക്കെ ഉള്ള വീഡിയോ നമ്മൾ ചെയ്തതാണ്. ഇത് ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്. വളരെ സ്ലോയിലാണ് ഈ മോട്ടർ വർക്ക് ചെയ്യുക. ഇതിൻ്റെ കണക്ഷൻ വളരെ സിമ്പിളാണ്. സെൻട്രൽ ന്യൂട്രലാണ്. ഈ രണ്ടും വരുന്നത് ലെഫ്റ്റും റൈറ്റും ആണ്. ഇപ്പോൾ ഒരു വശത്തേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തിരിച്ച് നമ്മൾ ഇവിടെ ഉള്ള ഈ വയർ ഇത് ഊരിയിട്ട് ഈ വയർ കൊടുത്താൽ ഇപ്പം പോയിൻ്റ് നേരെ ഓപ്പോസിറ്റ് മോട്ടർ തിരിയുന്നത് കാണാം. അപ്പോൾ ഇത്ര ലോഡ് കൊടുത്തിട്ട് വളരെ സുഖമായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൽ പൊട്ടൊക്കെ നിങ്ങൾക്ക് കേൾക്കാം. അത്
ഇത്ര ഒരുപാട് കാലമായിട്ട് ഉപയോഗിക്കേണ്ടെന്നാണ്. അപ്പോൾ അതിൻ്റെ ബെയറിംഗ് എല്ലാം റസ്റ്റ് പിടിച്ചൊക്കെ നാശമായിട്ടുണ്ട് മൊത്തത്തിൽ. അപ്പം ഈ സംശയത്തിന് ഇവിടെ ക്ലിയറായി എന്ന് മനസ്സിലാക്കുകയാണ്. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പം ഇപ്പം ഒട്ടുമിക്ക ആളുകളും സ്വന്തമായിട്ട് ഇൻക്യുബേറ്റർ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഒരു സംശയം ഇനി വേണ്ട. ചെയിൻ മോട്ടർ എത്ര ലോഡ് എടുക്കും എന്നുള്ള സുഖമായിട്ട് 1 കിൻഡൽ വരെ ഇത് ലോഡ് എടുക്കും, ഒരു പ്രയാസവും ഇല്ല. അപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.